എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 4 ഇന്ത്യൻ ഇക്കോണമി, ഡെവലപ്മെന്റ് എക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള ഇക്കോണമി എന്ന ടോപ്പിക്കിന്റെ ഭാഗമായിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ടാക്സസ് എന്ന വിഷയമാണ് ചർച്ച ചെയ്തത്. അപ്പോൾ അതിന്റെ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്, അതുപോലെ കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ ഫൈനാൻസ് എന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ഈ സ്ട്രക്ചർ ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്, കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ ഫൈനാൻസ്, ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് കേരള, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ജെൻഡർ ഇഷ്യൂ, മൈഗ്രേഷൻ, അർബനൈസേഷൻ, ഇതിന്റെ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു നോട്ടായിരിക്കും നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഈ ക്ലാസ് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് മാക്സിമം ഇതിന്റെ ക്ലാസ്സുകൾ എടുക്കും. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ടാക്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗത്ത് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റിന്റെ കുറച്ച് ഭാഗങ്ങൾ എടുക്കാനുണ്ട്. ഇനി നമ്മൾ കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ ഫൈനാൻസ് എടുക്കും. ഡെവലപ്മെന്റ് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് കേരള കൂടി നമ്മൾ ഇന്ന് എടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ. അപ്പോൾ മാക്സിമം ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ച എന്നോണം ഇനി നോക്കാനുള്ളത് ഫിസ്ക്കൽ പോളിസി, ധനനയം. എന്താണ് ധനനയം? പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണെന്ത് ധനനയം എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാരിന്റെ വരുമാനത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു. സർക്കാരിന്റെ ചെലവുകളെ കുറിച്ച് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു. പൊതുകടം, സർക്കാരിന്റെ ചെലവ്, നമ്മുടെ സർക്കാരിന്റെ ഡെപ്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഈ സർക്കാരിന്റെ വരുമാനത്തെക്കുറിച്ചും ചെലവിനെക്കുറിച്ചും കടത്തെക്കുറിച്ചും ഒക്കെ സർക്കാരിന്റെ നയമാണ് എന്ന് പറയുന്നത് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്, ധനനയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ഫിസ്ക്കൽ പോളിസി? പറഞ്ഞ പോലെ മൊത്തം ഡിമാൻഡിനെ സ്വാധീനിക്കാൻ രൂപകൽപ്പന ചെയ്ത സർക്കാർ ചെലവുകൾ, നികുതി എന്നിവയെക്കുറിച്ചുള്ള തീരുമാനങ്ങളാണ് എന്ത് ഈ ധനനയം എന്ന് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ ഗവൺമെന്റ് മൊത്തം ഡിമാൻഡ്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഡിമാൻഡിനെ സ്വാധീനിക്കാൻ രൂപകൽപ്പന ചെയ്ത സർക്കാർ ചെലവുകൾ, നികുതി, അതേപോലെ സർക്കാരിന്റെ കടം എന്നിവയെക്കുറിച്ചുള്ള തീരുമാനങ്ങളാണ് ധനനയം. അപ്പോൾ ഈ നയം സർക്കാർ നടപ്പാക്കുന്നത് എങ്ങനെയാണ്? ബജറ്റിൽ കൂടിയാണ് സർക്കാർ ഇത് നടപ്പിലാക്കുന്നത്. ധനനയം രാജ്യപുരോഗതിയാണ് സ്വാധീനിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കാനും വളർച്ച കൈവരിക്കാനും നല്ല ധനനയം വഴി സാധിക്കുന്നു. ധനനയം എന്ന ആശയം പ്രസിദ്ധമാക്കിയത് ജെഎം കെയ്ൻസ് ആണ്. ഈ പോയിന്റ് പഠിച്ചു നോക്കുക. ധനനയം എന്ന ആശയം പ്രസിദ്ധമാക്കിയ ആളാണ് ആരെന്ന് പറയുന്നത് ജെഎം കെയ്ൻസ്. വികസന പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കാനും വളർച്ച കൈവരിക്കാനും ധനനയം വഴി സാധിക്കുന്നു. ഇപ്പോൾ കെയ്ൻസ് അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു പൊതു സിദ്ധാന്തമാണ് ജനറൽ തിയറി എന്ന ഗ്രന്ഥം. ഈ ജനറൽ തിയറി എന്ന ഗ്രന്ഥത്തിൽ തൊഴിലിന്റെയും ഉൽപാദനത്തിന്റെയും തോത് ദൃഢീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ധനനയം ഉപയോഗപ്പെടുത്തണമെന്ന വാദം അദ്ദേഹം ശക്തമായിട്ട് ഉന്നയിക്കുന്നു. അപ്പോൾ ജെഎം കെയ്ൻസ് തന്റെ വിഖ്യാതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പൊതു സിദ്ധാന്തമാണ് ഇത് ജനറൽ തിയറി. ഇത് പഠിച്ചു നോക്കണം കേട്ടോ. എന്ന ഗ്രന്ഥത്തിൽ തൊഴിലിന്റെയും ഉൽപ്പന്നത്തിന്റെയും തോത് ദൃഢീകരിക്കുന്നതിന് വേണ്ടി സർക്കാർ ധനനയം ഉപയോഗിക്കണമെന്ന വാദം ശക്തമായി ഉന്നയിക്കുന്നു. അതുകൊണ്ട് സർക്കാർ അതിന്റെ പൊതുചെലവിലും നികുതി നിരക്കിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സമ്പദ്ഘടനയിലെ ഏറ്റക്കുറച്ചിലുകൾ ഒഴിവാക്കി സ്ഥിരത നിലനിർത്തുന്നതിനും ഉൽപാദനവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ശ്രമിക്കുന്ന പ്രക്രിയയാണെന്ത് ധനനയം എന്ന് പറഞ്ഞു. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യണം? ഇതിന്റെ പൊതുചെലവുകൾ, നികുതി നിരക്കുകളിലൊക്കെ മാറ്റം വരുത്തിയിട്ട്, ഇപ്പൊ നമ്മൾ ഈ അടുത്തൊക്കെ നികുതി നിരക്കിലൊക്കെ മാറ്റങ്ങൾ വന്നു. ഇതൊക്കെ സർക്കാരിന്റെ നയമാണ്. ഇപ്പോൾ ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നികുതി നിരക്കിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സമ്പദ്ഘടനയിലെ ഏറ്റക്കുറച്ചുകൾ ഒഴിവാക്കി സ്ഥിരത നിലനിർത്തുന്നതിനും ഉൽപാദനവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ശ്രമിക്കുന്ന പ്രക്രിയയാണ് ഇത് ധനം. അപ്പൊ അത് നമ്മുടെ സർക്കാരിന്റെ ടാക്സിന്റെ കാര്യത്തിൽ, സബ്സിഡിയുടെ കാര്യത്തിലൊക്കെ സർക്കാർ എന്ത് ചെയ്യും? വ്യത്യസ്തമായിട്ടുള്ള നയങ്ങൾ സർക്കാരിന് സ്വീകരിക്കാം എന്നുള്ളതാണ്. ഇനി ധനനയത്തിന്റെ ചില ലക്ഷ്യങ്ങളാണ് താഴെ പറയുന്നത്. എന്തൊക്കെയാണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ? സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, പിന്നെന്താണ്? തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളത് ധനനയത്തിന്റെ ലക്ഷ്യങ്ങളാണ്. അതൊക്കെയാണ് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. ഇപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം താഴെ പറയുന്ന പോലെ ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം. അപ്പോൾ ഓപ്ഷൻ എ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് കൂടുതലായിട്ടുള്ള ചെലവുകൾ ഉണ്ടാക്കുക എന്നുള്ള ഓപ്ഷനൊക്കെ വരും, ഓപ്ഷനിൽ ഉണ്ടാവും. ഇപ്പൊ സർക്കാർ കൂടുതലായിട്ടുള്ള ചെലവുകൾ സർക്കാരിന് വരുത്തി വെക്കുക, അപ്പൊ അത് തെറ്റായിട്ടുള്ളതാണ്. അതിന്റെ ലക്ഷ്യങ്ങളാണ്. ഇവിടെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ താഴെ പറയുന്നവർ ശരിയായത് ഏതെല്ലാം എന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ നമ്മളത് ശരിക്കും വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ടായിരിക്കണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ
ധനനയം സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന വിലക്കയറ്റത്തെയും വിലച്ചുരുക്കത്തെയും നിയന്ത്രിക്കുന്നത് എപ്രകാരമാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ വിലക്കയറ്റ സമയത്ത് നികുതി വർദ്ധിപ്പിക്കുന്നു. സർക്കാർ സാധാരണ എന്ത് ചെയ്യും? വിലക്കയറ്റം ഉണ്ടാക്കുന്ന സമയത്ത് സർക്കാർ നികുതി വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുന്നു. കാരണം എന്തുകൊണ്ടാ? ജനങ്ങൾക്ക് അപ്പോൾ കൂടുതലായിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. സാധനങ്ങളുടെ മുകളിൽ ടാക്സ് ഉണ്ടായിരിക്കും, വരുമാനത്തിന് മുകളിൽ ടാക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ പ്രധാനമായിട്ടും വിലക്കയറ്റ സമയത്ത് സർക്കാർ എന്ത് ചെയ്യുന്നു? നികുതി വർദ്ധിപ്പിക്കുന്നു. നികുതി വർദ്ധിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നികുതി 10% ആയിരുന്നപ്പോൾ 20% ഉയർത്തി എന്ന് കരുതുക. അപ്പൊ 100 രൂപക്ക് 20 രൂപ നികുതി നൽകണം. ഇതിനു മുമ്പ് 10 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ബാക്കി 80 രൂപയെ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. അവിടെ ഡിസ്പോസിബിൾ ഇൻകം അത്രയാണ് വരുന്നത്. അതായത് 90 രൂപക്ക് സാധനങ്ങൾ വാങ്ങിയിരുന്ന ഒരാൾക്ക് 80 രൂപക്ക് മാത്രമേ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. സാധനങ്ങൾ വിപണിയിൽ വിൽക്കപ്പെടാതെ വരുമ്പോൾ, അപ്പോൾ സ്വാഭാവികമായിട്ടും ടാക്സ് കൂടുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ആളുകളുടെ ഡിമാൻഡ് കുറയും. അപ്പോൾ സാധനങ്ങൾ വിപണിയിൽ വിൽക്കപ്പെടാതെ വരുമ്പോൾ പിന്നെ മാർക്കറ്റിൽ ഇവർക്ക് വിപണിക്ക് എന്ത് ചെയ്യേണ്ടി വരും? വില കുറക്കാൻ അവർ ബാധ്യസ്ഥരാകും. അങ്ങനെ വില കുറഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ പിന്നീട് എന്താവും? നികുതി പിന്നെയും 10% ആവും. അപ്പോൾ പിന്നെ 90 രൂപക്ക് പിന്നെ സാധനം വാങ്ങുന്ന അവസ്ഥയിലേക്കാവും. ചിലപ്പോൾ ഡിമാൻഡ് പിന്നെയും കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ 5% ആയിരിക്കും പിന്നെ നികുതി കുറക്കുക. അപ്പോൾ ഇതിങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ ആ ഒരു സൈക്ലിക്കൽ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുപോലെ വിലച്ചുരുക്ക സമയത്ത് എന്താ സംഭവിക്കുക? വിലച്ചുരുക്ക സമയത്ത് നികുതി കുറയ്ക്കുന്നു. നികുതി കുറയുമ്പോൾ ജനങ്ങളുടെ വാങ്ങൽ ശേഷി ഉയരുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ ആവശ്യം വർദ്ധിക്കുന്നു. അങ്ങനെ നികുതി കുറച്ചപ്പോൾ സാധനങ്ങൾ കൂടുതലായിട്ട് ആളുകൾ വാങ്ങാൻ തയ്യാറാവുന്നു. ആളുകളുടെ ഡിമാൻഡ് കൂടുന്നു. ആളുകളുടെ ഡിമാൻഡ് അങ്ങനെ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? സാധനത്തിന്റെ വില കൂട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ധനനയത്തിന്റെ ശരിയായ പ്രയോഗമാണ് ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സർക്കാരിന് പ്രയോജനപ്രദമാകുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ഒരു രീതിയിലുള്ള നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന ഈ ഒരു മാറ്റങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ അതിജീവിക്കാൻ സർക്കാരിന് പ്രയോജനപ്രദമാകുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ 2 രീതിയിലുള്ള ഫിസ്ക്കൽ പോളിസി സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി, അതുപോലെ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. എന്താണ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി? എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ വിപുലീകരണ സാമ്പത്തിക നയം. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സങ്കോച സാമ്പത്തിക നയം. ഇതും അതിന്റെ കൂടെ പഠിച്ചു നോക്കുക. എന്താണ് വിപുലീകരണ സാമ്പത്തിക നയം? എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി. ഇവിടെ സർക്കാർ ചെയ്യുന്നത് മൊത്തം ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ. മൊത്തം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ്. എന്താണ് ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഇവിടെയുള്ള ജനങ്ങളുടെ മൊത്തം കൺസംഷൻ C+I+G+X-M. അതായത് സി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മൊത്തം കൺസംഷൻ, ടോട്ടൽ കൺസംഷൻ ഓഫ് പീപ്പിൾ. അതുപോലെ തന്നെ ജി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ മൊത്തം സ്പെൻഡിങ്. അതുപോലെ തന്നെ ഐ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്, ഗവൺമെന്റിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും അത് കുറച്ചിട്ട് കിട്ടിയ ആ ഒരു സംഖ്യയും ഇതെല്ലാം പാടെ കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മുടെ മൊത്തം ഡിമാൻഡ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കിട്ടുക. അപ്പൊ ഈ ഒരു അഗ്രിഗേറ്റ് ഡിമാൻഡ് നിങ്ങൾ നോക്കുക. കൺസംഷൻ കൂടുന്നു, ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കൂടുന്നു, എക്സ്പോർട്ട് കൂടുന്നു. ഇതൊക്കെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഗവൺമെന്റിന് മെച്ചം ഉണ്ടാകുന്നു, ഗവൺമെന്റിന് കൂടുതൽ വരുമാനം കിട്ടുന്നു, ഗവൺമെന്റിന്റെ നാഷണൽ ഇൻകം വർദ്ധിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ മൊത്തം ഡിമാൻഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്ത ഗവൺമെന്റിന്റെ ചെലവിലെ വർധനവ് അല്ലെങ്കിൽ നികുതിയിലെ കുറവ്. എങ്ങനെയാണിത് മനസ്സിലാക്കേണ്ടത്? ഗവൺമെന്റിന്റെ ചെലവിലെ വർധനവ്. ഗവൺമെന്റിന്റെ ചെലവിലെ വർധനവ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസ മേഖലയിലുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. മാത്രമല്ല ഇങ്ങനെയുള്ള ഗവൺമെന്റിന് വരുമാനം, ഭാവിയിൽ നിന്ന് ഗവൺമെന്റിന് അഡ്വാൻറ്റേജ് ലഭിക്കുന്ന മേഖലകളിലേക്കൊക്കെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ചെലവുകൾ വർദ്ധിപ്പിക്കുക ചെയ്യുക. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ മേഖലയിലും. ഇപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ, എയർ ട്രാൻസ്പോർട്ടേഷൻ, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ സംവിധാനങ്ങൾ, ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ, ഇതിലൊക്കെ ഗവൺമെന്റ് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും? ജനങ്ങളുടെ മൊത്തം ഡിമാൻഡ് വർദ്ധിക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഗവൺമെന്റ് ചെലവാക്കുമ്പോൾ. അപ്പൊ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവില്ലേ? നല്ല റോഡുകളും നല്ല പോർട്ടുകളും നല്ല റെയിൽവേ സ്റ്റേഷനുകളും നമ്മുടെ യാത്രാ സംവിധാനങ്ങളും നമ്മുടെ സ്കൂൾ സംവിധാനങ്ങളും നമ്മുടെ ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊക്കെ ഗവൺമെന്റ് കൂടുതൽ സ്പെൻഡിങ് നടത്തി ചെലവാക്കിയിട്ട് അതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ അത് ജനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കും ആ മേഖലയിൽ, എല്ലാ മേഖലയിലും. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ചെയ്യണം. ഗവൺമെന്റ് ഒന്നെങ്കിൽ ചെലവ് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് നികുതി കുറക്കാം. നികുതി കുറക്കുമ്പോൾ എന്ത് ചെയ്യും? ജനങ്ങൾക്ക്
ഡിമാൻഡ് വർദ്ധിപ്പിക്കുക. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ട് ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നികുതി കുറക്കുക എന്നുള്ളതാണ്. അവിടെ നികുതി കുറച്ചാൽ മതി. അവിടെ എന്നാലും വരുമാനം അവിടെ ഗവൺമെന്റ് വരുന്നുണ്ട് നികുതി ഇനത്തിൽ നിന്ന്. നികുതി കുറച്ചാൽ മതി. അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഗവൺമെന്റ് ചെലവ് കൂട്ടണം. എങ്ങനെ ഗവൺമെന്റ് ചെലവ് കൂട്ടാൻ നമ്മൾ പറഞ്ഞല്ലോ ഈ മേഖലയിലൊക്കെ. അപ്പോ ഈ ഒരു രീതിയിൽ ഒന്നെങ്കിൽ നികുതി കുറക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് ചെലവ് വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഒരു പോളിസിയാണ് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ് ഈ സംഭവങ്ങളൊക്കെ. ഇനി കോൺട്രാക്ഷണൽ ഫിസ്ക്കൽ പോളിസിയോ, മൊത്തം ഡിമാൻഡ് കുറക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്ത ഗവൺമെന്റിന്റെ ചെലവുകളിലെ കുറവ്, കൂടാതെ അല്ലെങ്കിൽ നികുതിയിലെ വർധനവ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഒന്ന്, മൊത്തം ഡിമാൻഡ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്ത ഗവൺമെന്റിന്റെ ഒരു സംവിധാനമാണ് എന്ത്? കോൺട്രാക്ഷണൽ ഫിസ്ക്കൽ പോളിസി. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റിന്റെ ചെലവ് കുറക്കും. കൂടാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യും? നികുതി വർദ്ധിപ്പിക്കാം. നേരെ ഓപ്പോസിറ്റ് ആണ്. അതാണ് കോൺട്രാക്ഷൻ, സങ്കോചിത സാമ്പത്തിക നയം, കോൺട്രാക്ഷൻ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ കുറച്ചൊക്കെ അഡ്വാൻസ്ഡ് ലെവലിലൊക്കെ ഇവിടുന്നൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റ് 2021 ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റ് 2021 ഫെബ്രുവരി 1 അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രി ആരാണ്? നമ്മുടെ നിർമ്മല സീതാരാമനാണ്. അന്നത്തെ മൊത്തം വരുമാനമായിരുന്നു 19.76 ട്രില്യൺ US ഡോളർ. ഇപ്പോ 2021 ഈ ഒരു ഇത് നന്നായിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ഗവൺമെന്റ് മൊത്തം ചെലവോ എത്രയാണ്? 834.83 ട്രില്യൺ US ഡോളറാണ് നമ്മുടെ അന്നത്തെ മൊത്തം ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ വരുമാനം 280 ബില്യൺ ഡോളറും നമ്മുടെ ചെലവ് നിങ്ങൾ നോക്കുക 490 ബില്യൺ ഡോളറുമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതിപ്പോ ഈ മൊത്തം വരുമാനം അതിലുള്ള 23.4% മുന്നേ ഉണ്ടായിരുന്നതിനേക്കാൾ ഇതിൽ വരുമാനം കൂടിയിട്ടുള്ളത്. ഇവിടെ മൊത്തം ചെലവുകൾ അതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ചെലവിനേക്കാൾ 1% വർധനവുണ്ടാക്കി. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം കമ്മി ബജറ്റാണ്. കാരണം എന്തുകൊണ്ടാ? ചെലവാണ് ഇവിടെ കൂടുതൽ. ഓക്കെ, അത് മുന്നേ ഉണ്ടായിരുന്ന ചെലവിന്റെ 6.8% അവിടെ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇതിന്റെ പ്രഖ്യാപനങ്ങളാണ്. ആരോഗ്യ പരിരക്ഷ 2021 അപ്പോൾ ആ ഒരു മേഖലയിലെ ഏകദേശം 64.180 കോടി രൂപയാണ് അതിൽ വകയിരുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അതേപോലെ നമ്മുടെ 2021 കേന്ദ്ര ബജറ്റിൽ സെൻസസ് നടത്താൻ വേണ്ടിയിട്ട് 3868 കോടി രൂപ അനുവദിച്ചു എന്നുള്ളതാണ്. കാരണം ഈ സെൻസസ് കാൽക്കുലേഷൻ ഒക്കെ വളരെ എക്സ്പെൻസീവ് ആണല്ലോ. ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യം, ഈ ഒരു രാജ്യത്ത് സെൻസസ് കാൽക്കുലേഷൻ ഒക്കെ വളരെ ഏറ്റവും ചെലവേറിയിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും സെൻസസ് കാൽക്കുലേഷൻ. അതുകൊണ്ടാണ് 10 വർഷത്തിലേക്ക് ഇത് നടത്തുന്നത്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം അത്ര കൃത്യമായിട്ടുള്ള കണക്കെടുപ്പുകളൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴും 2011 ചോദ്യങ്ങളൊക്കെയാണുള്ളത്. എന്നാലും ഇപ്പോൾ ഈ ജനറൽ ആയിട്ടുള്ള പല ഡേറ്റകളൊക്കെ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ബജറ്റ് ഹൈലൈറ്റുകളാണ്. ചെലവ് 2021-22 ഏകദേശം എത്രയാണ്? 34,83,236 കോടി രൂപ ചെലവഴിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചു. പുതിയ കണക്കനുസരിച്ച് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി. ബജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ 13% കൂടുതലായിരുന്നു ചെലവ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. 2021-22 നാമമാത്ര GDP 14.4, യഥാർത്ഥ വളർച്ചയും പണപ്പെരുപ്പും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി 2021 ആയതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. 2019-20 യഥാർത്ഥ വരുമാനം താരതമ്യപ്പെടുത്തുമ്പോൾ 2021-22 ബജറ്റ് കണക്കുകളാണ്. മൊത്തം ചെലവുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളെ പ്രിന്റ് എടുത്ത് കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി. ഇതൊന്നും ക്ലാസ്സിൽ ഇപ്പോൾ എന്താണിത് പറയാനൊന്നും ഇല്ല. ക്ലാസ്സിൽ ഇത് എടുക്കേണ്ടത് ഒരു ടോപ്പിക് അല്ല ഇവിടെ. അതൊക്കെ വായിച്ച് നോക്കുകയാണ് ചെയ്യേണ്ടത്, ഈ ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഇവിടെ ഉത്തരവാദിത്ത ബജറ്റ് പരിപാലന നിയമം 2003 ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട്, ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ബഹുകക്ഷി പാർലമെന്റിൽ വ്യവസ്ഥയിൽ ഗവൺമെന്റിന്റെ ചെലവ് നയം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഉത്കണ്ഠകളാണ്. അപ്പോൾ ബജറ്റ് കമ്മി ഫലപ്രദമായി നിർണ്ണയിച്ച് നിർത്തുന്നതിനുള്ള നിയമനിർമ്മാണപരമായ അവസരം അല്ലെങ്കിൽ സാധ്യത നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകുന്നതുമായ എല്ലാ ഗവൺമെന്റുകൾക്കും ബാധകമായ എന്ന വാദം നിലനിൽക്കുന്നു. ധനകാര്യ പരിഷ്കരണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു 2003 ഓഗസ്റ്റിലെ FRBM നിയമം, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് 2003 അതായത് പഠിച്ചു വെക്കുക. ആ വർഷം 2003. അങ്ങനെ ജാഗ്രതയോടുള്ള ഒരു ധനനയം പിന്തുടരുന്നതിന് ഒരു വ്യവസ്ഥാപിത ചട്ടക്കൂട് വഴി ഇത് സർക്കാർ നിർബന്ധിതമാക്കുന്നു.
വായ്പയും കമ്മിയും നിയന്ത്രിക്കുന്ന ഫലപ്രദമായ കടം നിർവഹണം, മതിയായ റവന്യൂ മിച്ചം നിലനിർത്തുക തുടങ്ങിയവയുടെ ദീർഘകാല തുല്യത എന്ന കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പുവരുത്തണം. ഈ നിയമത്തിൽ എല്ലാ ചട്ടങ്ങളും 2004 ജൂലൈ മാസത്തിൽ പ്രാബല്യത്തിൽ വന്നു. ഇനി അതിന്റെ പ്രധാന സവിശേഷതകളാണ്: ധനക്കമ്മി GDPയുടെ 3% താഴെയാക്കി നിലനിർത്താനും റവന്യൂ കമ്മി 2009 മാർച്ച് 31 ഒഴിവാക്കി പിന്നീട് മതിയായ റവന്യൂ മിച്ചം സൃഷ്ടിക്കുന്നതിനും അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഈ നയം കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നു. അപ്പൊ ഇതും പറഞ്ഞ പോലെ തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അത്ര ഒരു പ്രധാനപ്പെട്ടതല്ല. ഓക്കെ, ഇനി ഇവിടെ ലാസ്റ്റ് കുറച്ച് ലേറ്റസ്റ്റ് പോയിന്റുകൾ പറയുന്നുണ്ട്. 2016 മെയ് മാസത്തിൽ FRBM നിയമം അവലോകനം ചെയ്യാൻ NK സിംഗിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇങ്ങനെ 2016 മെയ് മാസത്തിൽ FRBM നിയമം അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ട് NK സിംഗിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ആരുടെ നേതൃത്വത്തിലാണ്? NK സിംഗിന്റെ നേതൃത്വത്തിലാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചു വെക്കുക കേട്ടോ. 2016 ഇനി 2020 മാർച്ച് 31 വരെയുള്ള വർഷങ്ങളിൽ GDPയുടെ 3% ധനക്കമ്മി സർക്കാർ ലക്ഷ്യം വെക്കുന്നുവെന്നും 2020-21 ഇത് 2.8% ആയും 2023 2.5% കുറക്കാമെന്നും ശുപാർശ ചെയ്തു. FRBM നിയമ ഭേദഗതി വന്ന വർഷങ്ങൾ 2012-15. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഭാഗത്തുള്ള ഈ ഒരു ഏരിയ ഇതിൽ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഈ നിയമം വന്ന് 2003 എന്നുള്ളത്. അതിനിടയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ പറഞ്ഞ പോലെ 2020 മാർച്ച് 31 വരെയുള്ള വർഷങ്ങൾ GDPയുടെ 3% ധനക്കമ്മി സർക്കാർ ലക്ഷ്യം വെക്കുന്നുവെന്നും 2020-21 ഇത് 2.8%, 2023 2.5% കുറക്കണമെന്ന് ശുപാർശ ചെയ്യുന്നു. അപ്പൊ ഇത് ഭേദഗതി വന്ന വർഷങ്ങൾ 2012-15 ഒക്കെയാണ് കേട്ടോ. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റ് 2024-2025. ഇവിടെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ മൊത്തം വരവ് വായ്പ ഒഴികെ 34.96 ലക്ഷം കോടി രൂപ. മൊത്തം ചെലവ് 50.65 ലക്ഷം കോടി രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെലവ് കൂടുതലാണ്. 34 വരവും 50 ചെലവുമാണ്. ഓക്കെ, പിന്നെ വരവും ചെലവും തമ്മിലുള്ള മാറ്റം നമുക്ക് ഇത് കുറച്ചാൽ കിട്ടുക എത്രയാണ്? 15.68 ലക്ഷം കോടി. ഇതിൽ നികുതി വരുമാനം കിട്ടിയത് 28.37 ലക്ഷം കോടി രൂപ. നികുതി ഇതര വരുമാനം 5.83 ലക്ഷം കോടി രൂപ. റവന്യൂ ചെലവുകൾ 39.44 ലക്ഷം കോടി രൂപ. റവന്യൂ വരവ് 34.20 ലക്ഷം കോടി. മൂലധന വരവ് 16.44 ലക്ഷം കോടി. മൂലധന ചെലവുകൾ 15.48 ലക്ഷം കോടി. ഫിസിക്കൽ കമ്മി 4.4%. അപ്പൊ ഇതൊക്കെ നോക്കുക കേട്ടോ. ഇങ്ങനെ വന്നിട്ടുള്ള ഈ പെർസെൻറ്റേജ് വെച്ച് വന്നിട്ടുള്ളതൊക്കെ നമ്മളത് കാണാതെ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ അതിൽ ഒരു മാറ്റമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിൽ കോംപ്രമൈസ് ഇല്ല. അപ്പൊ ഫിസിക്കൽ കമ്മി എത്ര വന്നത്? 4.4% GDPയുടെ. റവന്യൂ കമ്മി 1.5%, GDPയുടെ 1.5%. പ്രാഥമിക കമ്മി 0.8% GDPയുടെ. ഇപ്പൊ GDP വളർച്ച വന്നത് 6.2-നും 6.8% ഇടയിലാണ്. അതിൽ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന വളർച്ച നിങ്ങൾ നോക്കുക, 3.8%. GDPയിലേക്കുള്ള വരവ് 17.7%. എവിടെ? കാർഷിക മേഖലയിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇത് നോക്കുക, ഈ കാർഷിക മേഖല കൃഷി വളർച്ച എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ കാര്യമായിട്ട് അതിൽ GDPയിലേക്കുള്ള വളർച്ച എത്രയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, എത്രയാണ് കാർഷിക മേഖലയിൽ നിന്ന്? 17.7%. വ്യവസായ മേഖലയിലോ? വ്യവസായ മേഖലയിൽ 6.2% വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ GDPയിലേക്കുള്ള വരവ് 27.6%. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇനി സേവന മേഖലയിലെ വളർച്ച 7.2%. GDPയിലേക്കുള്ള വരവ് എത്രയാണ്? 54.7%. അപ്പൊ ഈ ടേബിളിൽ ശരിക്കും നോക്കുക. ഫിസിക്കൽ കമ്മി 4.4% GDPയുടെ. റവന്യൂ കമ്മി 1.5% GDPയുടെ. പ്രാഥമിക കമ്മി 0.8% GDP വളർച്ച 6.2 to 6.8%.
അതിൽ കൃഷി മേഖലയിലെ വളർച്ച എത്രയാണ്? 3.8%. GDP-യിലേക്കുള്ള വരവോ കാർഷിക മേഖലയിൽ നിന്ന് 17.7%. വ്യവസായ മേഖലയിലെ വളർച്ച 6.8%, 6.2%. GDP-യിലേക്കുള്ള വരവ് 27.6% കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൃഷിയിലെ കണ്ടോ 17.7 അപ്പോൾ അതും പഠിക്കാനൊക്കെ സുഖാട്ടോ. ഒരു 10% കൂടി കൂടി കഴിഞ്ഞാൽ ഇവിടെ എത്രയായി? 27 അല്ലേ? പിന്നെ 0.6%. അപ്പോൾ എത്രയായിട്ടുണ്ട് GDP-യിലേക്കുള്ള വരവ്? ഇവിടെ 7 0.6 കുറഞ്ഞു. എങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ സേവന മേഖലയിലെ വളർച്ച 7.2%. ഇവിടെ കൃഷിയിൽ 3.8, പിന്നെ അത് 6.2, ഇവിടെ അത് 7.2, 1% കൊണ്ട് കൂടുതൽ ഇവിടെ ചെയ്തത്. അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ നോക്കി വെക്കുക. GDP-യിലേക്കുള്ള വരവ് എത്രയാ? 54.7%. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ അത് നോക്കി വെക്കുക. ഇനി ബജറ്റ് ഹൈലൈറ്റുകൾ നോക്കണം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ വരുമാന നികുതി ഇളവ് 12 ലക്ഷം വരെയാക്കി. ശേഷമുള്ള സ്ലാബുകളും മധ്യവർഗത്തിന് ഗുണകരമാവുന്ന രീതിയിൽ പരിഷ്കരിച്ചു. വരുമാന നികുതി ഘടന സമഗ്രമായി പരിഷ്കരിക്കും. 7.7 കോടി കർഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ KCC പരിധി 5 ലക്ഷമാക്കി ഉയർത്തി. ചെറുകിട സംരംഭകർക്ക് 5 ലക്ഷം പരിധിയുള്ള ക്രെഡിറ്റ് കാർഡുകളും നൽകും. ക്രെഡിറ്റ് കാർഡാട്ടോ KCC. കളിപ്പാട്ട നിർമ്മാണത്തിൽ ഇന്ത്യയെ ലോക ഹബ്ബാക്കി മാറ്റും. ശാസ്ത്രീയ ചിന്തകളും കണ്ടുപിടുത്തങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് സ്കൂളുകളിൽ അടൽ തിങ്ക് ലാബുകൾ തുടങ്ങും. കണ്ടോ, അടൽ തിങ്ക് ലാബുകൾ. ഇതൊക്കെ പ്രധാന ചോദ്യങ്ങളാണ്. ശാസ്ത്രീയ ചിന്തകളും കണ്ടുപിടുത്തങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് സ്കൂളുകളിൽ അടൽ തിങ്ക് ലാബുകൾ എന്തുമായി ബന്ധപ്പെട്ടാണ്? ശാസ്ത്രീയ ചിന്തകളും കണ്ടുപിടുത്തങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗ്രാമപ്രദേശങ്ങളിലെ ഗവൺമെന്റ് സ്കൂളുകൾ, PHCകൾ എന്നിവയ്ക്ക് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകും. ഇന്ത്യയിലെ എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ജൽ ജീവൻ മിഷൻ 2028 വരെ വ്യാപിപ്പിക്കും. ഇനി നമ്മുടെ ഗവൺമെന്റിന് വരുമാനം കിട്ടുമ്പോൾ അത് ഏതെല്ലാം മേഖലയിൽ നിന്നാണ് ഗവൺമെന്റിന് വരുമാനം കിട്ടുന്നത്, അത് ഏതെല്ലാം മേഖലയിലെ ഗവൺമെന്റ് ചെലവാക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെന്റ് ഒരു 100 രൂപ കിട്ടുമ്പോൾ അത് എത്ര ശതമാനമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെന്റ് 100 രൂപ വരുമാനം ലഭിക്കുമ്പോൾ ബോറോവിങ് ആൻഡ് അതർ ലാബിലിറ്റി അതിൽ നിന്നാണ് 24 അതിൻ്റെ ഒരു ശതമാനം. ഇൻകം ടാക്സിന് 22%, GST-ന് ഏകദേശം 18%, കോർപ്പറേഷൻ ടാക്സിന് 17%, നോൺ ടാക്സ് റെസിപ്റ്റിന് 9%, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടിന്ന് 5%, കസ്റ്റം ഡ്യൂട്ടിന്ന് 4%. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? നമ്മുടെ 100% ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് മൊത്തം ഒന്ന് കൂട്ടിയിട്ട് 100 കിട്ടുന്നത്. ഇപ്പോൾ ഈ നോൺ ഡെപ്റ്റ് റെസിപ്റ്റ് എത്രയാണെന്നുള്ളത് അതിൽ കൊടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, നോൺ ഡെപ്റ്റ് റെസിപ്റ്റ്. ഓക്കെ, ഇനി 100 രൂപ ചെലവിടുന്നത് ഗവൺമെൻറ് ഇപ്പോൾ 22 രൂപ, അതായത് അതിൽ നിന്ന് ഇപ്പോൾ 100 രൂപ ചെലവാക്കുമ്പോൾ അതിന് 22 സ്റ്റേറ്റ് ഷെയർ ഓൺ ടാക്സ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് 20% കൊടുക്കണം. പിന്നെ സെൻട്രൽ സെക്ടർ സ്കീമുകൾക്ക് വേണ്ടി 16%, ഫൈനാൻസ് കമ്മീഷൻ ട്രാൻസ്ഫറുകൾ അതിന് 8%, അതർ എക്സ്പെൻസ് 8%, സെൻട്രലി സ്പോൺസേർഡ് സ്കീമിന് 8%, ഡിഫൻസ് മേഖലയിൽ 8%, സബ്സിഡിക്ക് 6%, പെൻഷന് 4%. അങ്ങനെയാണത് ചെലവുകൾ വരുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി 1000 കോടിക്ക് മുകളിൽ വകയിരുത്തിയ ചില പ്രധാന പദ്ധതികളാണ്. ഇപ്പോൾ രാഷ്ട്രീയ കൃഷി വികാസ് യോജന 8500 കോടി രൂപ, നാഷണൽ ആയുഷ്മാൻ മിഷന് 1225 കോടി. ഇപ്പം ഈ കോടിക്കണക്കൊന്നും പഠിച്ചു നോക്കണ്ട, ഏതൊക്കെയാണ് പദ്ധതികൾ നോക്കുക. PM പോഷൻ, കന്നുകാലി വികസനം, ആരോഗ്യ മേഖല അടിസ്ഥാന വികസനങ്ങൾക്ക്, ആരോഗ്യ വിദ്യാഭ്യാസത്തിന്, ജൽ ജീവൻ മിഷൻ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് 86,000 കോടി, പട്ടികവർഗ വികസനം, അംഗൻവാടികൾക്ക്, വിള ഇൻഷുറൻസ്, വിവരസാങ്കേതിക വിദ്യയിലെ ഗവേഷണം, PM കിസാന്, PM വിശ്വകർമ്മ, ദരിദ്രരുടെ LPG കണക്ഷനുകൾ, ദേശീയപാത വികസനങ്ങൾ. നമുക്ക് ദേശീയപാത വികസനം എത്രയാണ്? 1,70,266 കോടി രൂപ. ഇനി ഗരീബ്, യുവ, അന്നദാത, നാരി എന്നിവയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ശ്രദ്ധ കൊടുക്കുന്ന 10 മേഖലകളാണ്. അതിലൊന്ന് കാർഷിക വളർച്ചയും ഉൽപാദനക്ഷമയും പ്രോത്സാഹിപ്പിക്കുക, ഗ്രാമീണ അഭിവൃദ്ധിയും പ്രതിരോധ ശേഷിയും കെട്ടിപ്പടുക്കുക, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചാ പദ്ധതിയിലേക്ക് ഒരുമിച്ച് കൊണ്ടുപോവുക,
ഉൽപാദനം മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. MSMEകളെ പിന്തുണക്കുക. തൊഴിലിലേക്ക് നയിക്കുന്ന വികസനം പ്രാപ്തമാക്കുക. സമ്പദ് വ്യവസ്ഥ നവീകരണം എന്നിവയിൽ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഊർജ വിതരണങ്ങൾ സുരക്ഷിതമാക്കുക. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക. നവീകരണത്തെ പരിപോഷിപ്പിക്കുക. ഇപ്പം ഇന്ത്യ വരുമാനത്തിൽ മേഖല ആളോഹരിയിൽ താഴെ എന്നുള്ള കുറച്ച് കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പത്രത്തിൽ വന്നിട്ടുള്ള ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ത്യ വരുമാനത്തിൽ മേലെ എന്നാൽ ആളോഹരിയിൽ താഴെ എന്ന് പറഞ്ഞൊരു ഹെഡിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വരുമാനം, ഇന്ത്യയുടെ GDP, ഇന്ത്യയുടെ ആളോഹരി വരുമാനം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനമാണത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നത് ആഭ്യന്തര വരുമാനത്തിൽ, അത് GDP, ഇന്ത്യ ജപ്പാനെ പിന്തള്ളി ലോകത്ത് നാലാം സ്ഥാനത്തെത്താൻ ശ്രമം നടത്തുമ്പോഴും ആളോഹരി വരുമാനത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 141. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണിത്. ആളോഹരി വരുമാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 141. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ 5ാം സ്ഥാനത്താണ് ഇന്ത്യ ലോക സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ നിൽക്കുന്നത്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇന്ത്യ ജപ്പാനെ പിന്തള്ളി ഇന്ത്യ 4ാം സ്ഥാനത്ത് എത്തും എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഏകദേശം അതിനടുത്തെത്തി എന്നുള്ളതാണ്. അപ്പോൾ IMF ആളോഹരി റിപ്പോർട്ട് അനുസരിച്ച് ആകെ 197 രാജ്യങ്ങളെ പരിഗണിക്കുമ്പോഴാണ് ഇന്ത്യ 141 സ്ഥാനം. അപ്പോൾ ഇത് IMF ആണ് ഈ ആളോഹരി റിപ്പോർട്ട് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. 197 രാജ്യങ്ങളിൽ ഇന്ത്യ 141 സ്ഥാനത്താണ് ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിൽ. ഇനി ആഭ്യന്തര വരുമാനത്തിൽ ലോകത്ത് 10ാം സ്ഥാനത്തുള്ള ബ്രസീലിന് പോലും ആളോഹരി വരുമാനം ഇന്ത്യയേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ആഭ്യന്തര വരുമാനം വെച്ച് നോക്കുമ്പോൾ ലോകത്ത് 10ാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? നമ്മുടെ ബ്രസീൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ആളോഹരി വരുമാനം ഇന്ത്യയേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇന്ത്യയുടെ ആളോഹരി വരുമാനം എത്രയാണ്? 2,44,800 രൂപ മാത്രമാണെങ്കിൽ ബ്രസീലിൻ്റെത് എത്രയാണ്? 8,46,600 രൂപയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയേക്കാൾ വളരെ കൂടുതലാണ്, 3 ഇരട്ടിയോളം കൂടുതലാണ് എന്നുള്ളതാണ്. കാരണം ആളോഹരി വരുമാനം ഇന്ത്യയിൽ കുറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ പോപ്പുലേഷൻ വളരെ കൂടുതലാണ്, അതുകൊണ്ടാണ്. ബ്രസീലിൽ പോപ്പുലേഷൻ കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ, ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ. ഇന്ത്യയിൽ ഇന്ത്യയാണല്ലോ ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളോഹരി വരുമാനം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയെ പോലുള്ള വലിയൊരു രാജ്യത്തിന്റെ GDP നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ 5ാം സ്ഥാനത്ത് നിൽക്കുന്നു, നമ്മൾ 4ാം സ്ഥാനത്ത് എത്താനായി. കാരണം ഇത്രയും വലിയൊരു രാജ്യത്തുള്ള മൊത്തം രാജ്യത്തിനകത്ത് കിടക്കുന്ന ഈ ഒരു ഉൽപാദനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ GDP തയ്യാറാക്കുന്നത്. അപ്പം അതുകൊണ്ട് GDPയിൽ 1ാം സ്ഥാനത്തുള്ള അമേരിക്കയുടെ ആളോഹരി വരുമാനം 75.74 ലക്ഷം രൂപയും 2ാം സ്ഥാനത്തുള്ള ചൈനയുടേത് 11.6 ലക്ഷവുമാണ് എന്നുള്ളതാണ്. ഇന്ത്യ GDPയിൽ പിറകിലാക്കിയ ജപ്പാന്റെ ആളോഹരി വരുമാനം എത്രയാണ്? 28.8 ലക്ഷം രൂപയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യ GDPയിൽ പിറകിലാക്കിയ ജപ്പാന്റെ ആളോഹരി വരുമാനം 28.8. ഇന്ത്യയുടെ എത്രയാണ്? 2,44,800 ആണ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ പിന്നിലാക്കിയിട്ടുണ്ട്. നമ്മുടെ GDPയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പം ഇനി 4ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്ഥാനത്തുള്ള നമ്മൾ നോക്കാം. അപ്പം നിങ്ങൾ നോക്കൂ, കണ്ടോ, ഇന്ത്യ ഇപ്പം 4ാം സ്ഥാനത്തെത്താൻ കാരണം കണ്ടോ? 4.187 ലക്ഷം കോടി രൂപ. ജപ്പാന് 4.186. ഒറ്റ ഇത് മാറ്റമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മളിത് മുന്നിലോട്ട് ഇനിയും പോകും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ആളോഹരി വരുമാനം കൊടുത്തിട്ടുണ്ട്. ആളോഹരി വരുമാനം ഈ കിട്ടിയ GDP ഈ 4.187 ലക്ഷം ഡിവൈഡഡ് ബൈ ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 142 കോടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നിട്ടുള്ളത്. ജപ്പാൻ്റെതൊക്കെ പോപ്പുലേഷനൊക്കെ കുറവാണ്, ഇന്ത്യയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവരുടെ പോപ്പുലേഷനൊക്കെ വളരെ കുറവാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് പോപ്പുലേഷൻ എന്നുള്ള ടോപ്പിക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് ഡാറ്റ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, USA എത്രയാണ് GDP? 30.5 ലക്ഷം കോടി രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ആളോഹരി വരുമാനം എത്രയാണ്? 75 ലക്ഷമാണ് വരുന്നത്. 75 ലക്ഷം രൂപയാണ് ആളോഹരി വരുമാനം. ലക്ഷം കോടിയല്ല കേട്ടോ, ലക്ഷമാണ്. ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞാൽ പിടുത്തം വിട്ടുപോയില്ലേ. ഒരാൾക്ക് അത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നാൽ GDP ലക്ഷം കോടിയിലാണ് പറയുന്നത്. ചൈന 2ാം സ്ഥാനം, ജർമ്മനി 3ാം സ്ഥാനം, ഇന്ത്യ ഇപ്പം 4ാം സ്ഥാനത്താണ്. എത്തി എന്ന് പറയുന്നു, എത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇനി അടുത്തൊരു എക്കോണമിക് ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ ഇന്ത്യ കുറെ മുന്നിലേക്ക് വരാം, അല്ലെങ്കിൽ ഇന്ത്യ ബാക്കിലോട്ട് വരാം, ജപ്പാൻ മുന്നിലോട്ട് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഫൈനലൈസിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, ഇനി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പരീക്ഷ അടുപ്പിച്ച് ഇങ്ങനെയുള്ള മാറാൻ സാധ്യതകളുടെ ഒരു കൺഫർമേഷൻ ഒക്കെ നമുക്ക് പരീക്ഷ അടുപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെപ്പറേറ്റ് ഇത് ക്ലാസ് ചെയ്യുന്നതാണ്.
അപ്പോൾ 10ാം സ്ഥാനത്ത് ആരാണ്? ബ്രസീലാണ്. ആദ്യത്തെ 10 രാജ്യങ്ങളാണ്. എന്താണ് GDP എന്നൊന്നും പത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തതാണ്, ന്യൂസ് പേപ്പറിലെ വാർത്തയാണ്. ഒരു രാജ്യത്തെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു വർഷത്തെ ആകെ മൂല്യമാണ് ആഭ്യന്തര വരുമാനം അഥവാ GDP എന്ന് പറയുന്നത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും അവ ഇവിടെ തന്നെ വാങ്ങുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന വരുമാനവും കയറ്റുമതി വരുമാനം ചേർന്നുള്ള തുകയാണിത്. 2025 IMF കണക്ക് പ്രകാരം 4.187 ലക്ഷം കോടി രൂപ. ജപ്പാന് അല്പം കുറവേ ഉള്ളൂ, 4.186 ലക്ഷം കോടി രൂപ. ഇനി ആളോഹരിയിൽ താഴെ. വലിയ ജനസംഖ്യയുടെ ക്രയവിക്രയം മൂലം GDP വലുതാവുമ്പോൾ അതുകൊണ്ട് തന്നെ ആളോഹരി വരുമാനം ഇടുകയും ചെയ്യും. ആകെ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്നതാണ് ആളോഹരി. 140 കോടിയിലേറെ ജനം ഉണ്ടാവുമ്പോൾ ആളോഹരി ഇടിയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വരുമാനത്തിലും ആസ്തിയിലുമുള്ള അന്തരമാണ് ആളോഹരിയിലെ ഇടിവിന് മറ്റൊരു കാരണമായി ആഗോള അസമത്വ ലാഭ പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി വരുമാന അന്തരം. ബ്രിട്ടീഷ് ഭരണകാലത്തും ഇന്ത്യയിൽ ഇത്ര വരുമാനാന്തരം ഉണ്ടായിട്ടില്ലെന്ന് അസമത്വ ലാഭ് പറയുന്നു. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ പത്രത്തിലുള്ള അതേ വാർത്ത അതുപോലെ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആകെ വാർഷിക വരുമാനത്തിന്റെ 21% അക്കാലത്ത് ബ്രിട്ടീഷുകാർ ഉൾപ്പെടുന്ന മുകൾ തട്ടിലെ 1% പേർ നേടിയിരുന്നുവെങ്കിൽ ഇന്ന് 22.6% അവർ നേടിയെടുക്കുന്നു. ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ എണ്ണം 284 കവിഞ്ഞിട്ടുണ്ട്. 2023 മാത്രം 94 പേർ ശതകോടീശ്വരന്മാരായി. ആസ്തി $100 കോടി ആണ് അവർക്ക് അവരുടെ ആസ്തി എന്ന് പറയുന്നത്. ഏകദേശം 8500 കോടി രൂപയൊക്കെയാണ് അവർക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, $100 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കുക, $100 എന്ന് പറഞ്ഞാൽ ഏകദേശം 8000 രൂപയൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം 8500 കോടി രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക 100 കോടിയുടെ അടുത്തായി. അപ്പോൾ ഇന്ത്യയിൽ ആകെ ധനത്തിന്റെ 58% മുകൾ തട്ടിലെ 1% പേരിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ ആകെ ധനത്തിന്റെ 58% മുകൾ തട്ടിലെ, നിങ്ങൾ ഇന്ത്യൻ ധനത്തിൽ ആകെ ധനത്തിന്റെ 58% മുകൾ തട്ടിലെ 1% പേരിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നുള്ളതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ആളുകളിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ 58% ആകെ ധനത്തിന്റെ 58% ഉണ്ടല്ലോ, അത് ഏകദേശം 1% ആളെ കയ്യിലാണെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ ഒരു അന്തരം എന്ന് പറയുന്നത് അതാണ് വരുമാന അന്തരം. മുകൾ തട്ടിലെ 10% പേരെ കണക്കിലെടുത്താൽ ആകെ ആസ്തിയുടെ 80% ആരുടെ കയ്യിലാണ്? 10% ആളുകളുടെ കയ്യിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ മൊത്ത ആഭ്യന്തര ഉൽപാദനം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഈയിടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിത് ഈ ക്ലാസ് എടുക്കുന്ന കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസം മുന്നുള്ള സംഭവമാണ്. അപ്പോൾ നീതി ആയോഗ് CEO ആരാണ്? അപ്പൊ അടുത്ത പോയിന്റ് കൂടെ വന്നു കേട്ടോ, BVR സുബ്രഹ്മണ്യം കേട്ടോ. നീതി ആയോഗിന്റെ ഇപ്പത്തെ CEO ആണ് ആര്? BVR സുബ്രഹ്മണ്യം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ലോക സാമ്പത്തിക ശക്തികളിൽ 4ാമത് എത്തിയിരിക്കുന്നു എന്നാണ്. 5ാമതായിരുന്നു ഇന്ത്യ പോയ സാമ്പത്തിക വർഷത്തിൽ ജപ്പാനെ കടത്തിവെട്ടിയത്രേ. എന്നാൽ IMFന്റെ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് പ്രകാരം ഇപ്പോഴും ഇന്ത്യ 5ാം സ്ഥാനത്ത് എന്ന് പറയുന്നു. നിലവിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം $3.9 ട്രില്യൺ വരും. ജപ്പാനത് $4.03 ട്രില്യൺ. അതേസമയം 2026 ഇന്ത്യ ജപ്പാനെ മറികടക്കാനും സാധ്യതയുണ്ട്. അപ്പോഴേക്കും ഇന്ത്യയുടെ GDP $4.87 ട്രില്യൺ ആയി ഉയരും. 2030 ജർമ്മനിയെ മറികടന്ന് ഇന്ത്യക്ക് 3ാം സ്ഥാനത്തെത്താൻ കഴിയുമെന്നും IMF പഠനം പ്രവചിക്കുന്നു എന്നുള്ളതാണ്. അല്ല, അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം അത്രയും സാധ്യതകളും വിഭവങ്ങളും ഉള്ള രാജ്യമാണ് ഇത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. നമ്മളെ വിഭവങ്ങളെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാനുള്ള ജനങ്ങൾ, പോപ്പുലേഷൻ ഇവിടെ ഉണ്ട്. ശരിക്കും പറയാം, ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് മനുഷ്യ വിഭവം തന്നെയാണ്. വിഭവങ്ങളിൽ ഏറ്റവും മൂല്യമുള്ളതും വിഭവം എന്ന് പറയുന്നതാണ് നമ്മൾ അടങ്ങുന്ന മനുഷ്യ വിഭവമാണ്. ആ മനുഷ്യ വിഭവത്തെ കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്തിനും ഒന്നാമതെത്താൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ് അല്ലെ. അതിനുവേണ്ടി ഭരണാധികാരികളാണ് എന്ത് വേണ്ടത്? അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. രാജ്യത്തെ വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ, വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അല്ലെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ ഫൈനാൻസ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ടാക്സസ്, എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളതാണ് കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ ഫൈനാൻസ്, അതുപോലെ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് കേരള, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ജെൻഡർ ഇഷ്യൂ, മൈഗ്രേഷൻ, അർബണൈസേഷൻ എന്ന ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫെഡറൽ ഫിനാൻസ് എന്ന ടോപ്പിക്ക് നമുക്കൊന്ന്. ഫെഡറൽ ഫിനാൻസിന്റെ നിർവചനങ്ങളിൽ സർ റോബർട്ട് ഗോർസൺ പറഞ്ഞത്
ഫെഡറേഷൻ എന്നത് കേന്ദ്ര പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കിടയിൽ പരമാധികാരമോ രാഷ്ട്രീയ അധികാരമോ വിഭജിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ രൂപമാണ് എന്നാണ്. അങ്ങനെ ഓരോന്നും സ്വന്തം മേഖലകൾക്കുള്ളിൽ മറ്റൊന്നിൽ നിന്ന് സ്വതന്ത്രമാണ് എന്നാണ് സർ റോബർട്ട് ഗോർസൺ പറഞ്ഞത്. അങ്ങനെയാണ് ഫെഡറേഷൻ എന്നത് കേന്ദ്ര പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കിടയിൽ പരമാധികാരമോ രാഷ്ട്രീയ അധികാരമോ വിഭജിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ രൂപമാണ്. ഇതൊക്കെ നമ്മുടെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടൊക്കെ പഠിച്ചു വെക്കേണ്ട സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു പോവാം ഈ ഡെഫിനിഷൻസ് ഒക്കെ. കെന്നത്ത് സി വേർ ഫെഡറൽ തത്വം എന്നത് അധികാരത്തെ വിഭജിക്കുന്ന രീതിയാണ്. അതിലൂടെ പൊതുവായതും പ്രാദേശികമായ ഗവൺമെൻറ്റുകൾ അവരുടെ സ്വന്തം മേഖലകൾക്കുള്ളിൽ എത്തിച്ചേരുകയും ഏകോപിപ്പിക്കുകയും സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് കെന്നത്ത് വേർ പറയുന്നത്. ഇനി വാലസ് ഇ ഓണ്ടസ് എന്താ അദ്ദേഹം പറഞ്ഞത്? ഫെഡറലിസം എന്നത് ഒരു പ്രത്യേക തരം വികേന്ദ്രീകരണമാണ്. അവിടെ ഫെഡറേഷന്റെ യൂണിറ്റുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന അധികാര വിഭജനം ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെടുന്നു. അങ്ങനെ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക തരത്തിൽ തീരുമാനമെടുക്കുന്നത് ഡെലിഗേഷൻ അല്ലെങ്കിൽ ഭരണഘടനാപരമായി ഉറപ്പു നൽകുന്ന അധികാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇനി RN ഭാർഗവ് ഫെഡറൽ ഫിനാൻസ് എന്നത് ഫെഡറൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ ധനകാര്യവും അവ തമ്മിലുള്ള ബന്ധവും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് ഫെഡറൽ ഫിനാൻസിന്റെ തത്വങ്ങൾ നോക്കുക. ഒരു ഫെഡറേഷനിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ് സാമ്പത്തിക അധികാരങ്ങളുടെ വിഭജനമുണ്ട്. ഫെഡറൽ ഗവൺമെന്റിന്റെ കടമ സ്വന്തം അധികാര പരിധിക്കുള്ളിൽ സ്വന്തം സാമ്പത്തിക അധികാരങ്ങൾ വിനിയോഗിക്കുമ്പോൾ സംസ്ഥാനങ്ങളോടുള്ള അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിനുള്ള വരുമാന സ്രോതസ്സുകൾ ഏൽപ്പിക്കുന്ന സംവിധാനമാണെന്ത് ഫെഡറൽ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംവിധാനത്തിൽ കേന്ദ്ര സംസ്ഥാന അധികാരികൾ തമ്മിലുള്ള വരുമാന സ്രോതസ്സുകളുടെ വിഹിതം സംബന്ധിച്ച് വ്യക്തമായ വിഭജനം ഉൾപ്പെടുന്നു. ഫെഡറൽ ഫിനാൻസ് സംവിധാനം ചില തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രധാനപ്പെട്ട ഫെഡറൽ ഫിനാൻസ് തത്വങ്ങളാണ് ഏതൊക്കെയാണെന്ന്: പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി ആൻഡ് യൂണിഫോമിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ആഡിക്വസി ആൻഡ് ഇലാസ്റ്റിസിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഫിസ്ക്കൽ അസസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഇക്കോണമി ആൻഡ് എഫിഷ്യൻസി, പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ നമ്മളിത് പറയുന്നില്ല, കാരണം അത് അത്ര പ്രധാനപ്പെട്ട ഒരു ഭാഗമല്ല. എന്നാലും നമ്മളിത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് വായിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇവിടെ നിന്നും ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, എന്നാലും പറയാൻ പറ്റില്ല, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫെഡറൽ ഫിനാൻസിൻ്റെ തത്വങ്ങളാണെങ്കിൽ താഴെ പറയുന്ന പോലെ ഏത്, അല്ലാത്തത് എന്നുള്ളത് ചോദ്യങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പോൾ അത് ഒന്ന് നോക്കി വെക്കുക. ഇനി നമ്മുടെ സാമ്പത്തിക അസന്തുലിതാവസ്ഥകളുടെ തരങ്ങളാണ് സാമ്പത്തിക അസന്തുലിതാവസ്ഥ. ഇപ്പോൾ ഫെഡറൽ രാജ്യത്ത് രണ്ട് തരത്തിലുള്ള സാമ്പത്തിക അസന്തുലിതാവസ്ഥയുണ്ട്. ഒന്ന് ലംബമായ സാമ്പത്തിക അസന്തുലിതാവസ്ഥ, തിരശ്ചീനമായ സാമ്പത്തിക അസന്തുലിതാവസ്ഥ. എന്താണ് ലംബമായ സാമ്പത്തിക അസന്തുലിതാവസ്ഥ? വേർട്ടിക്കൽ ഫിസിക്കൽ ഇംബാലൻസ്. അങ്ങനെ പറഞ്ഞാൽ ഫെഡറേഷൻ്റെ പ്രധാന സവിശേഷതയാണ് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശേഷിയും വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള രണ്ട് പ്രധാന തലങ്ങളുടെ സർക്കാരുകളുടെ സഹവർത്തിത്വം. ഇപ്പോൾ ഒരു ഫെഡറേഷന്റെ അനുയോജ്യമായ സാഹചര്യം ലംബമായ സന്തുലിതാവസ്ഥയാണ്. അതായത് ഗവൺമെന്റിന്റെ ഓരോ തലവും സാമ്പത്തികമായി പ്രാപ്തമാക്കുന്ന ചെലവ് ഉത്തരവാദിത്തങ്ങളുടെയും നികുതി അധികാരങ്ങളുടെയും പൊരുത്തപ്പെടൽ. ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥയെ ലംബമായ സാമ്പത്തിക അസന്തുലിതാവസ്ഥ എന്ന് വിളിക്കുന്നു. അതായത് ലംബമായ സാമ്പത്തിക അസന്തുലിതാവസ്ഥ എന്നത് സർക്കാരുകളുടെ വിവിധ തലങ്ങളിലെ ചെലവുകളും വരുമാനവും തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കുന്നു. ഇനി എന്താണ് ഹൊറിസോണ്ടൽ ഫിസിക്കൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ? തിരശ്ചീന സാമ്പത്തിക അസന്തുലിതാവസ്ഥ. സംസ്ഥാനങ്ങൾക്കിടയിലെ സാമ്പത്തിക അസമത്വത്തിന്റെ അസ്തിത്വത്തെ തിരശ്ചീന സാമ്പത്തിക അസന്തുലിതാവസ്ഥ എന്ന് വിളിക്കുന്നു. അപ്പോൾ തിരശ്ചീനമായ സാമ്പത്തിക അസന്തുലിതാവസ്ഥ എന്നത് സർക്കാരുകളുടെ ഒരു തരത്തിലുള്ള സർക്കാർ യൂണിറ്റുകളുടെ വരവും ചെലവും തമ്മിലുള്ള പൊരുത്തക്കേടിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി പാർലമെന്ററി കമ്മിറ്റികളാണ്. പാർലമെന്ററി കമ്മിറ്റിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? 105 നിയമനിർമ്മാണ സഭയുടെ ലഘുരൂപം എന്ന് വിളിക്കുന്നത് കമ്മിറ്റികളാണ്. പാർലമെന്ററി കമ്മിറ്റികളുടെ പൊതു സ്വഭാവങ്ങൾ: ഇപ്പം സഭ നിയമിക്കുന്നതോ തിരഞ്ഞെടുക്കുന്നതോ ആയിരിക്കും, അല്ലെങ്കിൽ സ്പീക്കർ
ചെയർമാൻ നിയമിക്കുന്നതായിരിക്കും. സ്പീക്കറുടെ അല്ലെങ്കിൽ ചെയർമാന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സഭകൾക്കോ സ്പീക്കർക്കോ ചെയർമാനോ ആയിരിക്കും. ലോകസഭ അല്ലെങ്കിൽ രാജ്യസഭ നിയന്ത്രിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് ഈ കമ്മിറ്റികളിലൊക്കെ ഉണ്ടായിരിക്കും. പ്രധാനമായി രണ്ട് തരത്തിലുള്ള പാർലമെന്ററി കമ്മിറ്റി ഉണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്, അഡ്ഹോക് കമ്മിറ്റി ഉണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ സ്ഥിര സ്വഭാവമുള്ളതും അഡ്ഹോക് കമ്മിറ്റികൾ ഒരു പ്രത്യേക ആവശ്യത്തിനായി രൂപീകരിക്കുന്നതുമാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെ 6ആയി തരംതിരിച്ചിരിക്കുന്നു. അതിലൊന്നാണ് ധനകാര്യ കമ്മിറ്റികൾ, ഡിപ്പാർട്ട്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, എൻക്വയർ കമ്മിറ്റികൾ, സൂക്ഷ്മ പരിശോധനയ്ക്കും നിയന്ത്രണത്തിനുള്ള കമ്മിറ്റികൾ, ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ, സർവീസ് കമ്മിറ്റികൾ, ഹൗസ് കീപ്പിംഗ് കമ്മിറ്റികൾ. പിന്നെ അഡ്ഹോക് കമ്മിറ്റികളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. എൻക്വയറി കമ്മിറ്റികൾ, അഡ്വൈസറി കമ്മിറ്റികൾ. പാർലമെന്ററി 3 ധനകാര്യ കമ്മിറ്റികളാണ്. ഏതൊക്കെയാണ് വരുന്നത്? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. ഇനി എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റി നിലവിൽ വന്ന 1950-ലാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി രൂപീകരിച്ചത്? ജോൺ മത്തായിയുടെ നിർദ്ദേശപ്രകാരമാണ് 1950. ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ബജറ്റ് എസ്റ്റിമേറ്റുകളെ കുറിച്ച് പരിശോധിക്കുന്ന കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. ലോകസഭാംഗങ്ങൾ മാത്രം ഉൾപ്പെടുന്ന കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗസംഖ്യ 30 ആണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി 1 വർഷമാണ്. സാധാരണയായി ഭരണകക്ഷിയിൽ നിന്നുള്ള വ്യക്തിയായിരിക്കും ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനി നോക്കുക, മന്ത്രിസ്ഥാനത്തുള്ള ഒരു വ്യക്തിക്ക് എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ അംഗമായിരിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കുകയില്ല. ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക ചെലവുകൾ പരിമിതപ്പെടുത്തുവാൻ സഹായകമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയാണ് ഈ കമ്മിറ്റിയെ പ്രധാന ചുമതല. അതിനാൽ കണ്ടിന്യൂസ് ഇക്കോണമി കമ്മിറ്റി എന്ന വിശേഷണവും ഈ കമ്മിറ്റിക്കുണ്ട്. അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഫീസുമായിട്ട് ഈ കമ്മിറ്റിക്ക് സഹകരണമില്ല. പിന്നെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ അനന്തശയനം അയ്യങ്കാറാണ്. ഇത് നോക്കട്ടെ, എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? അനന്തശയനം അയ്യങ്കാറാണ്. ഇനി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. പൊതുമുതലിന്റെ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റ് കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി രൂപീകരിച്ച വർഷം 1921-ലാണ്. പാർലമെന്ററി കമ്മിറ്റികളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നറിയപ്പെടുന്നതും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയാണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്നീ കമ്മിറ്റികളെ മിനി പാർലമെന്റ് എന്ന് വിളിക്കുന്നു. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്. CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുന്ന കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിലെ അംഗസംഖ്യ 22 ആണ്. ലോകസഭയിൽ നിന്ന് 15 പേര്, രാജ്യസഭയിൽ നിന്ന് 7 പേരും ഉണ്ടായിരിക്കും. CAG എന്ന് പറഞ്ഞാൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ കേട്ടോ. ഒരു പ്രതിപക്ഷാംഗം ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാനെ നിയമിക്കുന്നത് സ്പീക്കറാണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ലോക്സഭ സ്പീക്കർക്കാണ്. നമ്മുടെ ഇപ്പോഴത്തെ ലോക്സഭ സ്പീക്കർ ആരാണ് എന്നുള്ളത് കമന്റ് ചെയ്യാം. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അംഗത്തിന്റെ കാലാവധി 1 വർഷം ആണുള്ളത്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ യോഗം ചേരുന്നതിനുള്ള കോറം 4 പേരാണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? WM ഹെയ്ലി ആണ്. ഒന്ന് പഠിച്ചു നോക്കുക. 1921-ലാണ്. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാനായ ആദ്യ മലയാളി നമ്മുടെ ജോൺ മത്തായി ആണ്. ഇനി കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് ആണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ്. കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1964 രൂപീകരിച്ച കമ്മിറ്റിയാണിത്. പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയിലെ അംഗസംഖ്യ 22 ആണ്. ലോകസഭയിൽ നിന്ന് 15, രാജ്യസഭയിൽ നിന്ന് 7 ആണ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് ആദ്യ ചെയർമാൻ പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. നിലവിൽ ചെയർപേഴ്സൺ സന്തോഷ് കുമാർ ഗാംഗ്വാർ ആണ്. കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? സന്തോഷ് കുമാർ ഗാംഗ്വാർ ആണ്. സന്തോഷ് കുമാർ ഗാംഗ്വാർ. കാലാവധി 1 വർഷമാണ്. മികച്ച പാർലമെന്ററിയൻ അവാർഡ് ഗോവിന്ദ് വല്ലഭ് പന്ത് അവാർഡാണ്. മികച്ച പാർലമെന്ററിയൻ അവാർഡ് ആരാണ്? ഗോവിന്ദ് വല്ലഭ് പന്ത് അവാർഡ്. ഇന്ത്യൻ പാർലമെന്ററി ഗ്രൂപ്പ് നൽകുന്ന അവാർഡാണ് മികച്ച പാർലമെന്റേറിയൻ അവാർഡ്. 1922 ആദ്യമായിട്ട് ഇന്ദ്രജിത്ത് ഗുപ്തയ്ക്കും 1994 അടൽ ബിഹാരി വാജ്പേയിക്കും മികച്ച പാർലമെന്ററിയുള്ള പുരസ്കാരം ലഭിച്ചു. ഇനി ഇവിടെ 2017 മികച്ച പാർലമെന്ററിയുള്ള അവാർഡ് ലഭിച്ചത് ഭർത്യഹരി മഹാതാബിനാണ്. ഭർത്യഹരി മഹാതാബിനാണ് 2017 മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് ലഭിച്ചത് ഭർത്യഹരി മഹാതാബിനാണ്. ഇനി ധനകാര്യ കമ്മീഷൻ, ആർട്ടിക്കിൾ 280 ആണ് ധനകാര്യ കമ്മീഷൻ.
ഇപ്പൊ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 280 വകുപ്പാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ കുറിച്ച് രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്ന ധനകാര്യ കമ്മീഷനാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നത് പ്രസിഡന്റ് രാഷ്ട്രപതിക്കാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗസംഖ്യ 5, ചെയർമാൻ ഉൾപ്പെടെ. ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷമാണ്. ഒന്നാം ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് 1951-ലാണ്. ധനകാര്യ കമ്മീഷൻ അംഗങ്ങളുടെ യോഗ്യതയും തെരഞ്ഞെടുപ്പ് രീതിയും നിശ്ചയിക്കുന്നതൊക്കെ നമ്മുടെ പാർലമെന്റ് ആണ്. ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് 1951 മാത്രമല്ല, ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പൊതുരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ ഹൈക്കോടതി ജഡ്ജിയാകാൻ മികച്ച അനുഭവ സമ്പത്തുള്ള വ്യക്തിക്കോ ധനകാര്യ കമ്മീഷൻ അംഗമാകാവുന്നതാണ്. ഇനി ഇവിടെ നോക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ ധനകാര്യ കമ്മീഷൻ അംഗങ്ങൾ പുനർനിയമനത്തിന് യോഗ്യരാണ്. ഇപ്പൊ ഇവിടെ പഠിച്ചു വെക്കേണ്ടത് 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗും 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. നമ്മുടെ അരവിന്ദ് പനഗരിയുടെ പ്രധാന പുസ്തകങ്ങളൊക്കെയാണ് ഇത്: ദ എമേർജിംഗ് ജയന്റ്, അതുപോലെ ന്യൂ ഇന്ത്യ റിക്ലൈമിംഗ് ദ ലോസ്റ്റ് ഗ്ലോറി എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയാണ്. അപ്പൊ ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാനെ നിയോഗിച്ചു KC നിയോഗി. ഇപ്പൊ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗമായ ആദ്യത്തെ മലയാളിയാണ് VP മേനോനാണ് ഒന്നാം ധനകാര്യ കമ്മീഷൻ. അപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി ആദ്യം മലയാളി PC മാത്യു ആണ്. 4ാം ധനകാര്യ കമ്മീഷനിലാണ്. അപ്പൊ അതും പഠിച്ചു നോക്കുക. അപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി ആണ്, ചെയർമാൻ അല്ല. മെമ്പർ സെക്രട്ടറി ആദ്യം മലയാളി PC മാത്യു ആണ്. അത് 4ാം ധനകാര്യ കമ്മീഷൻ സമയത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി ധനകാര്യ കമ്മീഷന്റെ ചുമതലകൾ നോക്കുമ്പോൾ, ധനകാര്യ കമ്മീഷൻ രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്ന വിഷയങ്ങൾ: ഇപ്പൊ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ട സഹായ ഗ്രാന്റുകളുടെ അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. മാത്രമല്ല, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന കൺസോളിഡേറ്റ് ഫണ്ടിൽ നിന്നും പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകേണ്ട വിഹിതത്തെക്കുറിച്ചുള്ള അടിസ്ഥാന തത്വങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ധനകാര്യ വിഷയങ്ങൾ, പ്രസിഡന്റ് കാലാകാലങ്ങളിൽ നൽകുന്ന വിഷയങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇനി കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 243(1)ഉം 243(y)യുമാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്, പ്രസിഡന്റ് അല്ല. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണർ ആയിരിക്കും. പ്രഥമ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1994 ഏപ്രിൽ 23-ാം. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ നിയമങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, കേരള പഞ്ചായത്ത് രാജ് നിയമം 1994 സെക്ഷൻ 186 കേരള മുനിസിപ്പാലിറ്റി നിയമം 1994 സെക്ഷൻ 205. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷമാണ്. നിലവിലെ കേരള ധനകാര്യ കമ്മീഷൻ അംഗങ്ങൾ 3, ചെയർമാൻ ഉൾപ്പെടെയാണ്. അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 3-ൽ കൂടാൻ പാടില്ലെന്ന് 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ അനുശാസിക്കുന്നു. ഇനി ചുമതലകളാണ്. സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകൾ ധനസ്ഥിതി വിലയിരുത്തുന്നു. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ചുമതലകളാണ്. സംസ്ഥാന കമ്മീഷനും പ്രാദേശിക ഗവൺമെന്റുകൾക്കിടയിലെ വരുമാന വിതരണം പരിശോധിക്കുന്നു. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും നഗരങ്ങളുടെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും ഇടയിലുള്ള വരുമാന വിതരണം അവലോകനം ചെയ്യുന്നു. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ലെന്ന് ഉറപ്പുവരുത്തുന്നു. ഇനി കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻമാരാണ്. നിലവിലെ ചെയർമാൻ MS വിജയനാഥാണ്. ഓക്കെ, നിലവിലെ ചെയർമാന് 2019-24 കാലയളവിലാണ്. ഓക്കെ, ഇതെന്താന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മളത് നോട്ടിലത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നോട്ടിൽ നമ്മളത് കറക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാനുള്ളത് സംസ്ഥാനത്തെ ധനകാര്യ കമ്മീഷന്റെ മറ്റംഗങ്ങളാണ്. രാജേഷ് കുമാർ IAS, ശാരദ G മുരളീധരൻ IAS ആണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനിലെ മറ്റംഗങ്ങൾ. ഇപ്പം നിലവിൽ MS വിജയനാഥ് ആണെന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. ആദ്യ ചെയർമാൻ ആരാ? PM ഇബ്രാഹിം ആണ്. രണ്ടാമത് പ്രഭാത് പട്നായിക്. മൂന്നാമത് KB രവീന്ദ്രൻ നായർ. നാലാമത് പ്രൊഫസർ MA ഉമ്മനാണ്. അഞ്ചാമത് VA പ്രകാശ്. ഓക്കെ, ഇവിടെ 6 എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 6ാമത്തെ ആളാണ് നിലവിലെ MS വിജയനാഥ്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 6ാമത്തെ ചെയർമാനാണ് MS വിജയനാഥ്.
ഓക്കെ, അപ്പോൾ ആദ്യത്തേത് PM ഇബ്രാഹിം പഠിച്ചു വെക്കുക. അഞ്ചാമത്തേത് BA പ്രകാശു ആയിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് കേരള. നമ്മുടെ സിലബസിലുള്ളതാണ് ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് കേരള. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മാക്സിമം ഇതിലെന്തൊക്കെയൊന്ന് പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മളിനി ഇത് അടുത്തൊരു ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ബാക്കി നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ കേരള സംസ്ഥാനത്തെ പ്രത്യേകത സാഹചര്യങ്ങളിൽ വികസിച്ചു വരുന്ന സവിശേഷമായ സാമൂഹിക സാമ്പത്തിക അവസ്ഥാവിശേഷത്തിനും അതിലേക്ക് നയിച്ച നയങ്ങളും നൽകപ്പെടുന്ന പേരാണ് കേരള മോഡൽ എന്ന് പറയുന്നത്. അതിന് താരതമ്യേന കുറഞ്ഞ സാമ്പത്തിക വികസനത്തിനൊപ്പം ഉയർന്ന സാക്ഷരത, ആയുർദൈർഘ്യം, കുറഞ്ഞ ശിശുമരണ നിരക്ക് എന്നിവ ചേർന്ന അസംഗാവസ്ഥയിലുള്ള പേരിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ മോഡൽ കേരള പ്രതിഭാസം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ തുലനതയില്ലാത്ത ജനസംഖ്യാ സ്വരൂപവും ഭൂമിശാസ്ത്രവും ഈ പ്രതിഭാസത്തിന് വികാസത്തെ സഹായിച്ചിരിക്കാമെന്ന് കരുതപ്പെടുന്നു. ഇപ്പൊ ജനസംഖ്യയിൽ ഒരു വലിയ ശതമാനം പ്രവാസത്തിലായിരിക്കുന്നു എന്നതാണ് ഈ മോഡലിന്റെ ഒരു പ്രത്യേകത. സമ്പദ് വ്യവസ്ഥ വലിയൊരളവോളം പ്രവാസികളുടെ വരുമാനത്തെ ആശ്രയിക്കാൻ ഇത് കാരണമാകുന്നു. സംസ്ഥാനത്തെ സാമ്പത്തികോൽപാദനത്തിന്റെ 20% പ്രവാസികളുടെ സംഭാവനയാണ്. പ്രവാസികളിൽ ഒട്ടേറെ പേർ ഗൾഫ് നാടുകളിൽ നിർമ്മാണ രംഗത്തും മറ്റും തൊഴിൽ കണ്ടെത്തി. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിന്നുള്ള വരുമാനം കേരളത്തിന്റെ സമ്പദ്ഘടന ചുമന്നു നിൽക്കുന്ന സ്ഥിതി എന്ന് ഋതുരാജൻ കേരള മോഡലിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. തിരുവിതാംകൂർ കൊച്ചി രാജവംശങ്ങളുടെ ജനോപകാരപ്രദമായ നടപടികളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും ഈ വികസനത്തിന് തുടക്കം കുറിച്ചു. സവിശേഷമായ ഒരു കേരള മാതൃക സൃഷ്ടിക്കുന്നതിൽ കേരളത്തിന്റെ സിവിൽ സർവീസ്, പൊതുവിദ്യാഭ്യാസ മേഖല, പൊതുമേഖല എന്നിവയും കാര്യമായി പങ്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തെക്കുറിച്ച് നോക്കുമ്പോൾ, കേരളത്തിന്റെ പ്രൊഫൈല് നോക്കുമ്പോൾ, കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. കേരളത്തിന്റെ ആകെ ജില്ലാ പഞ്ചായത്ത് 14 വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ, 38,863. ഓക്കെ, തുറമുഖങ്ങൾ 17+1, മൊത്തം 18 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ 4. വിസ്തീർണ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 21. ജമ്മു കാശ്മീരിന് പദവി നഷ്ടപ്പെട്ടതിന് ശേഷം. ഇനി ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 13. ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 3, 860 പെർ കിലോമീറ്റർ സ്ക്വയർ, 2011 കണക്കനുസരിച്ചാണ്. വനവിസ്തൃതിയിൽ കേരളത്തിന്റെ സ്ഥാനം 14 സ്ഥാനത്താണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകൾ 11. കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം, കുറഞ്ഞ ജില്ല വയനാട്, ജനസംഖ്യ കൂടിയ നഗരം കൊച്ചി, ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം, ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി, ജനസംഖ്യ കൂടിയ പഞ്ചായത്ത് താനൂർ മലപ്പുറത്താണ്, ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കിയിലാണ്. ഗ്രാമീണ ജനസംഖ്യ കൂടിയതും മലപ്പുറത്ത് തന്നെയാണ്. സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ട 96.93%. സാക്ഷരത കുറഞ്ഞത് പാലക്കാട് 88.49%. പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ല എവിടെയാണ്? എറണാകുളത്താണ്. പ്രതിശീർഷ വരുമാനം കുറഞ്ഞ ജില്ല മലപ്പുറമാണ്. ഏറ്റവും വലിയ തൊഴിൽദാതാവ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇന്ത്യയിലെ ആദ്യമായിട്ട് ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളം, 1987. അന്നത്തെ മന്ത്രി PK കുഞ്ഞായിരുന്നു. ടൂറിസം വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്, 1986. കേരള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അധ്യക്ഷൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ്. കേരള പഞ്ചായത്ത് ആക്ട് പാസ്സാക്കിയ വർഷം 1960. വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയിലാണ്. കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാടാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ പട്ടയം കോട്ടയമാണ് പട്ടണം, 1989 ജൂൺ 25. ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത് എറണാകുളമാണ്, 1989 ഫെബ്രുവരി 4 സാക്ഷരത 99.9%. ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്, 1991 ഏപ്രിൽ 18 HDI ഇൻക്രീസ് വളരെ ഉയർന്നതാണ് കേരളത്തിൻ്റെത്, 0.835. HDI റാങ്ക് 2011 കണക്ക് പ്രകാരം 1-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ലേറ്റസ്റ്റ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, വിവരങ്ങളൊക്കെ. കേരള മോഡൽ ഡെവലപ്മെന്റ് എന്താണ്? ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സഹായത്തോടെ തിരുവനന്തപുരത്തെ സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് CDS 1970-കളിൽ കേരളത്തെ പരാമർശിച്ച് തിരഞ്ഞെടുത്ത വിഷയങ്ങളുടെ ഒരു കേസ് പഠനം നടത്തി. അപ്പോൾ ഈ പഠനത്തിന്റെ ഫലങ്ങളും ശുപാർശകളും കേരള വികസനത്തിന്റെ രൂപീകരണത്തിന് വഴിയൊരുക്കി. മേൽപ്പറഞ്ഞ പഠനത്തിന് പിന്നിലെ പ്രധാന വ്യക്തിയാണ് പ്രൊഫസർ KN രാജ്. അന്ന് തിരുവനന്തപുരത്തെ CDS 1971 ആരംഭിച്ചതൊക്കെ ഇദ്ദേഹമാണ്.
CDS എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് 1971 ആരംഭിച്ചത് KN രാജാണ്. അപ്പോൾ സംസ്ഥാനത്തിന്റെ സമീപകാല വളർച്ചയുടെയും വികസന ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക നയത്തെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഇത് കേരള മോഡൽ എന്ന് പറയുന്നത്. ഇപ്പൊ സാക്ഷരത നിങ്ങൾ നോക്കുക, 2011 എത്രയാണ്? 94.4%. അതിൽ സ്ത്രീകളും പുരുഷന്മാരും കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാർ 96, സ്ത്രീകൾ 92. ഇനി പുരുഷന്മാർ 2021 കണക്ക് നോക്കുമ്പോൾ പുരുഷന്മാർ മൊത്തം 96.2%, പുരുഷന്മാർ അതിൽ 97.4%, സ്ത്രീകൾ 95.2%. പഠിച്ചു നോക്കുക. ആയുർദൈർഘ്യം നിങ്ങൾ നോക്കുക, 74 ആയുർദൈർഘ്യം 2011. ഇപ്പോൾ അത് എത്രയായിട്ടുണ്ട്? 71.2, പുരുഷന്മാർ 67, സ്ത്രീകൾ 75. ശിശുമരണ നിരക്ക് 12 2011. ഇപ്പോൾ 6 പ്രതി 1000 ജനങ്ങൾ. ജനനിരക്ക് 14.8 ആയിരുന്നു, ഇപ്പോൾ 11.94. അപ്പോൾ സാക്ഷരത, ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, ജനനനിരക്ക് തുടങ്ങിയ സാമൂഹിക സൂചകങ്ങളുടെ നേട്ടങ്ങളും ജീവിത നിലവാരം ഉയർത്തുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിലും ശ്രദ്ധേയമായ പ്രകടനമാണ് നമ്മുടെ കേരള വികസന മാതൃകയുടെ സവിശേഷത. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മാതൃകകളൊന്നാണ് കേരള മോഡൽ വികസനം. കേരള മോഡൽ വികസനത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത കുറഞ്ഞ പ്രതിശീർഷ വരുമാനത്തോടെ ഉയർന്ന ജീവിത നിലവാരം കൈവരിച്ചു. വികസിത രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന സാമൂഹിക വികസനത്തിന്റെ സൂചികകളിൽ പ്രതിഫലിപ്പിക്കുന്ന ഭൗതിക ജീവിത സാഹചര്യങ്ങൾ കേരളം കൈവരിച്ചു. സംസ്ഥാനത്തിന്റെ ആളോഹരി വരുമാനം മിതമായതാണെങ്കിലും ഈ നേട്ടങ്ങളും അത്തരം നേട്ടങ്ങൾക്ക് കാരണമായ ഘടകങ്ങളും കേരള മോഡലിന്റെ സ്വഭാവ ഫലങ്ങളായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഇനി കേരള വികസനത്തിന്റെ നേട്ടങ്ങളാണ്: കുറഞ്ഞ ജനസംഖ്യ വളർച്ചാ നിരക്ക്, കുറഞ്ഞ ജനന മരണ നിരക്ക്, കുറഞ്ഞ ശിശുമരണ നിരക്ക്, കുറഞ്ഞ മാതൃമരണ നിരക്ക്, കുറഞ്ഞ ദാരിദ്ര്യ അനുപാതം, സ്ത്രീകൾക്ക് അനുയോജ്യമായ ലിംഗാനുപാതം, ഉയർന്ന ആയുർദൈർഘ്യം, ഉയർന്ന സാക്ഷരത, വിദ്യാലയങ്ങളുടെ കുറഞ്ഞ കൊഴിഞ്ഞുപോക്ക്, പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ സാർവത്രികവൽക്കരണം, ഉയർന്ന ജീവിത നിലവാരം, മെച്ചപ്പെട്ട ശുചിത്വ സൗകര്യങ്ങൾ, തൊഴിലാളികൾക്ക് ഉയർന്ന കൂലി, പൊതുവിതരണ സമ്പ്രദായത്തിന്റെ സാർവത്രികവൽക്കരണം, നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, താഴെത്തട്ടിൽ പോലും ജാതി വ്യവസ്ഥയിലെ നല്ല മാറ്റങ്ങൾ, ജനങ്ങളുടെ ഉയർന്ന രാഷ്ട്രീയ അവബോധം, നല്ല ഭവന സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങൾ, ഭൂപരിഷ്കരണം, ഉയർന്ന ലിംഗസമത്വം, സാമൂഹിക സേവനങ്ങളുടെ വികസനം, കുറഞ്ഞ ഗ്രാമ നഗര ധ്രുവീകരണം. കേരള മോഡൽ വികസനത്തിന്റെ സവിശേഷതകൾ: കുറഞ്ഞ വരുമാനമുള്ള ഉയർന്ന ശാരീരിക ജീവിത നിലവാര സൂചിക, മാനവ വികസനത്തിൽ ഉയർന്ന നിക്ഷേപം, കുറഞ്ഞ ചെലവിൽ നല്ല ആരോഗ്യ സംരക്ഷണം, കുറഞ്ഞ ആളോഹരി വരുമാനവും ഉയർന്ന ജീവിത നിലവാരവും വളർച്ചയില്ലാത്ത വികസനവും, ഭൂമിയുടെ കൂടുതൽ തുല്യമായ വിതരണവും, സാമൂഹിക നീതിയും, ഉൽപാദനപരമായ അടിസ്ഥാന സൗകര്യങ്ങളെക്കാൾ കൂടുതൽ സാമൂഹിക അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, കുറഞ്ഞ ആഭ്യന്തര ഉൽപാദനവും വരുമാനമുള്ള ഉയർന്ന ഉപഭോഗം, കുറഞ്ഞ ദാരിദ്ര്യം, ഉയർന്ന ലിംഗസമത്വം, കൂടുതൽ പൊതുപ്രവർത്തനങ്ങൾ, ജനപങ്കാളിത്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ. ഇനി കേരള മാതൃക വികസനത്തിന്റെ പരിമിതികളാണ്: ഉപഭോഗ സംസ്കാരത്തിന്റെ വളർച്ച, ജനസംഖ്യയിൽ വാർദ്ധക്യത്തിന്റെ വർധനവ്, കാർഷിക മേഖലയിലെ കുറഞ്ഞ വളർച്ച, ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ കുറവ്, നിശ്ചലമായ വ്യവസായ മേഖല, അതുപോലെ തന്നെ വിദ്യാസമ്പന്നർക്കിടയിലെ തൊഴിലില്ലായ്മ വർധനവൊക്കെ പരിമിതികളാണ്. ഇനി കേരളത്തിന്റെ വികസനം എന്നറിയപ്പെടുന്ന കേരള മോഡൽ വികസനം അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. ചരക്കുൽപാദന മേഖലയിലുള്ളതും സാമൂഹിക മേഖലയിലുള്ളതുമായ നേട്ടങ്ങൾ മാനവ വികസനത്തിൽ കേരളത്തിന്റെ ശ്രദ്ധേയമായ നേട്ടം എടുത്തു പറയേണ്ടതുണ്ട്. സാമ്പത്തിക വിദഗ്ധർ കേരളത്തിന്റെ വികസനത്തെ പുരോഗമന സംസ്ഥാനത്തിന്റെ വികസനം എന്നാണ് വാദിച്ചത്. ആരോഗ്യം, വിദ്യാഭ്യാസം, മറ്റു സാമൂഹിക മേഖലകൾ എന്നിവയുടെ നയങ്ങളും പൊതുപ്രവർത്തനങ്ങളും കേരള മോഡൽ വികസനത്തിൽ ശ്രദ്ധേയമാണ്. സാമ്പത്തിക മേഖലയിൽ ദ്രുതഗതിയിലും ഉയർന്ന അളവിലുള്ള മനുഷ്യ വികസനം പ്രോത്സാഹിപ്പിക്കുക, സാമ്പത്തിക വളർച്ചയും ഉയർന്ന നിക്ഷേപവും ന്യായമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ വാദിക്കുന്നു. വികസനത്തിന്റെ മാതൃക മറ്റു രാജ്യങ്ങൾക്ക് അനുകരിക്കാൻ ശ്രമിക്കുന്നതായി കാണാം. ലോകവും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളും വികസനാനുഭവം ഒരു മാതൃകയായി കേരളത്തിന്റെ വികസനം നോക്കിക്കാണുന്നു. സംസ്ഥാനത്തെ തുടർച്ചയായി ഉയർന്ന തൊഴിലില്ലായ്മയും വികസനത്തെ കൂടുതൽ തടസ്സപ്പെടുത്തുന്നുണ്ട്. മനുഷ്യ വികസനത്തിന്റെ പുരോഗതിക്ക് തടസ്സമായ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അപര്യാപ്തമായ വരുമാനം, സാമൂഹിക മേഖലയിൽ ചെലവുകൾ എന്നിവ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി. കേരള സമ്പദ് വ്യവസ്ഥയുടെ ആധുനികവൽക്കരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തെ അന്തർലീനമായ വിഭവങ്ങൾ വൻതോതിൽ സമാഹരിക്കുന്നതിനും ജനങ്ങളുടെ കഴിവിലും പ്രാഗൽഭ്യവും മനസ്സിലാക്കുന്നതിനും ഇതിൽ ഉൾപ്പെടുന്നു. താരതമ്യേന ഉയർന്ന വരുമാനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കേരളം ഉയർന്ന മൊത്താഭ്യന്തര ഉൽപാദനം, പ്രതിശീർഷ വരുമാനമുള്ള ഇന്ത്യയിലെ മുൻനിര സംസ്ഥാനങ്ങളിലൊന്നാണ്. നീതി ആയോഗിന്റെ 2023 മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അനുസരിച്ച് സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി, അതായത് തുടർച്ചയായി 2ാം തവണയും
രേഖപ്പെടുത്തിയ കേരളത്തിലാണ്. നിങ്ങൾ നോക്കുക, 2022 ചോദ്യമായിരുന്നു 55ാമത്തെ ചോദ്യം. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ആദ്യ സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ SGD ഇന്ത്യൻ ഇൻഡെക്സിൽ തുടർച്ചയായി 3-ാം വർഷവും, അതായത് 2018, 19, 20 കേരളം 1-ാം സ്ഥാനത്താണ്. സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ഗോൾ ഇന്ത്യ സൂചിക 2020 മൊത്തത്തിലുള്ള 75 സ്കോറുമായി കേരളം 1-ാം സ്ഥാനത്തെത്തി. കൂടാതെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഭൂരിഭാഗവും ഇതിനോടകം തന്നെ കേരളം നേടിക്കഴിഞ്ഞു. 2023 ഇന്ത്യൻ സെൻസസ് റിപ്പോർട്ടിൽ കേരളം 3-ാം സ്ഥാനത്താണുള്ളത്. നീതി ആയോഗിന്റെ സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമാറ്റ് ഇൻഡെക്സ് 2022 അനുസരിച്ച് കേരളം എനർജി പെർഫോമൻസിൽ 2-ാം സ്ഥാനത്താണ്. അതുപോലെ കൂടാതെ നീതി ആയോഗിന്റെ 2019-20 സ്റ്റേറ്റ് ഹെൽത്ത് ഇൻഡെക്സ് മൊത്തത്തിൽ 82.2 പോയിന്റുമായി കേരളം 1-ാം സ്ഥാനത്തെത്തി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 2022 28-ാം റാങ്കിൽ നിന്ന് കേരളം 15-ാം സ്ഥാനത്തേക്ക് ഉയർന്നു നില മെച്ചപ്പെടുത്തി. 2021-22 സംസ്ഥാനത്തിന്റെ GDP സ്ഥിര വിലയിൽ ത്വരിത കണക്കുകൾ പ്രകാരം 2022-23 6.6% വളർച്ച രേഖപ്പെടുത്തി. മൊത്ത സംയോജിത മൂല്യമാകട്ടെ, അതായത് GSVA 2021-22 സ്ഥിരവിലയിൽ നിന്ന് 2022-23 ഇത് 6.19% വർദ്ധിപ്പിച്ചു. ഉയർന്ന പ്രതിശീർഷ മൊത്ത ആഭ്യന്തര വരുമാനമുള്ള രാജ്യത്തെ ആദ്യ 10 സംസ്ഥാനങ്ങൾ കേരളം സ്ഥാനം പിടിച്ചു. സംസ്ഥാനത്തിന്റെ പ്രതിശീർഷ വരുമാനം 2022-23 6.06% വർദ്ധിച്ചു. ഇത് ഏകദേശം 1,74,214 രൂപയായി. ഇത് ദേശീയ ശരാശരിയായ 1,15,746 രൂപയേക്കാൾ കൂടുതലാണ്. ഇപ്പം GDP-യുടെ മേഖലയിലധിഷ്ഠിത വളർച്ച അനുസരിച്ച് പ്രാഥമിക മേഖല 2023-24 മുൻ വർഷത്തെ അപേക്ഷിച്ച് 1.45% വളർച്ച കൈവരിച്ചു. ദ്വിതീയ മേഖലയിൽ വളർച്ച 2021-22 അപേക്ഷിച്ച് 7.72% കൂടിയ വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയത്. സേവന മേഖല 2022-23 6.21% വർധനവ് രേഖപ്പെടുത്തി. 2021-22 കേരളത്തിന്റെ റവന്യൂ കമ്മി മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 2.23% ആയിരുന്നത് 2022-23 0.88% കുറഞ്ഞു. അതുപോലെ ധനക്കമ്മി 2021-22 GDP-യുടെ 3.99% ആയിരുന്നത് 2022-23 2.44% കുറഞ്ഞു. 2021-22 GDP-യുടെ 12.48% ആയിരുന്നത് 2022-23 12.6% വർദ്ധിച്ചു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് NSO കണക്കുകൾ അനുസരിച്ച് 2023 സെപ്റ്റംബർ ഇന്ത്യയിലെയും കേരളത്തിലെയും CPI അനുസരിച്ച് പണപ്പെരുപ്പം CPI ആണ് കേട്ടോ. കമ്പൈൻഡ് ഇൻഫ്ലേഷൻ യഥാക്രമം 5.02%, 4.59%. സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയിൽ കേരള സർക്കാർ എൻ്റെ സംരംഭം രാഷ്ട്രത്തിന്റെ അഭിമാനം എന്ന മുദ്രാവാക്യത്തോടെ 2022-23 സാമ്പത്തിക വർഷം സംരംഭങ്ങളുടെ വർഷമായി പ്രഖ്യാപിക്കുകയും 2022-23 1 ലക്ഷം സംരംഭങ്ങൾ സ്ഥാപിക്കുന്ന മുൻകൈയെടുക്കുകയും ചെയ്തു. ഇനി ഓരോ പ്രദേശങ്ങളിലും എളുപ്പത്തിൽ ലഭ്യമാകുന്ന വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് സംരംഭകത്വ വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഒരു തദ്ദേശ സ്ഥാപന ഉൽപ്പന്നം എന്ന പദ്ധതി ആരംഭിച്ചു. സംസ്ഥാന സമ്പദ് വ്യവസ്ഥയിൽ സേവന മേഖലയുടെ പങ്കാളിത്തം ത്വരിത കണക്കുകൾ പ്രകാരം 2022-23 62.62%. അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ തന്നെ സാക്ഷരത എന്നിവ വലിയ തോതിൽ വികസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിലൂടെ ഗവേണൻസിലും മൊബൈൽ ഗവേണൻസിലും കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വൻ വികസനം കൈവരിച്ചു. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷന്റെ കീഴിലുള്ള ഗവേണൻസ് സമ്പ്രദായത്തിൽ ഓഫീസ് സർവീസ് പ്ലസ് ഫ്രണ്ട്സ് അക്ഷയ SEMT അതുപോലെ തന്നെ സിറ്റിസൺ കോൾ സെന്റർ സ്പാർക്ക് ഇംപ്രോക്യൂമെന്റ് എന്നിവ ഉൾപ്പെടുത്തി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി ഈ ക്ലാസ്സിൽ പറയുന്നത്. ഇനി ബാക്കി കേരളത്തിന്റെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.